തീ ഏറെക്കുറെ പല ഭാഗങ്ങളിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും ഈ അഞ്ചര മണിക്കൂർ പിന്നിടുമ്പോഴും പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലും കെട്ടിടത്തിനകത്ത് തീ കത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിതീവ്രമായ ശ്രമമാണ് 25ഓളം വരുന്ന യൂണിറ്റുകൾ, അഗ്നി രക്ഷാ ശമന സേന യൂണിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തീവ്രമായ ശ്രമം നടത്തി കഴിഞ്ഞിട്ടും ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ സുരേഷ് നമ്മളോടൊപ്പം ഉണ്ട്, ഷഹദ് റഹ്മാൻ ഉണ്ട് സംഭവ സ്ഥലത്ത്. അതോടൊപ്പം തന്നെ ദീപക് നിർമ്മണവും സമീർ സി മുഹമ്മദും അടങ്ങുന്ന ഒരു സംഘം അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ഷഹദ് റഹ്മാനിലേക്ക് പോകുന്നു. ഷഹദ്, ഇപ്പോൾ നേരത്തെ ഷഹദ് പറഞ്ഞത് ഷഹദിൻ്റെ കാഴ്ചയിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല, പലപ്പോഴും തീ അണച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും തീ പ്രത്യക്ഷപ്പെടുന്നതാണ് കണ്ടത് എന്നാണ്. ഇപ്പോൾ എന്താണ് സാഹചര്യം? ഷഹദ്, ചെറിയ സാങ്കേതിക പ്രശ്നമാണ്, പെട്ടെന്ന് പരിഹരിക്കാം. ഷഹദ് റഹ്മാനിലേക്ക് നമുക്ക് വരാം. തീവ്ര ശ്രമം 5-ാം മണിക്കൂറിലും തുടരുമ്പോഴും തീ അണയ്ക്കാൻ, പൂർണ്ണമായി അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി ഇപ്പോൾ 9:30 മണിയായി. 4:50 ആദ്യമായി കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന കെട്ടിട സമുച്ചയത്തിൽ വസ്ത്രവ്യാപാരശാലയുടെ ഗോഡൌണിൽ തീ കണ്ടത്. ഇപ്പോൾ സമയം 9:30 മണിയായി. അപ്പോൾ മുതൽ തുടങ്ങിയ തീവ്ര ശ്രമമാണ്. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാനോ നിയന്ത്രണ വിധേയമാക്കാനോ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഒരു അശ്രാന്ത പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫയർമാൻമാർ അതിസാഹസികമായ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോഴും കെട്ടിടത്തിനകത്ത് നിന്ന് തീ ഉയരുന്നതിൻ്റെ, പുകപടലങ്ങൾ ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷഹദ്, പറയൂ പുതിയ വിവരങ്ങൾ. ഗോപി, പ്രധാനമായിട്ടും ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ മധ്യഭാഗത്താണ് ഇപ്പോഴും തീ ഉള്ളത് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇതിന്റെ ഇടതുഭാഗത്ത്, അതായത് ഈ കെട്ടിടത്തിന്റെ ഇടതുഭാഗത്തുള്ള തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഭാഗികമായിട്ട് അണച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ടായിരുന്ന മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും തീ പടർന്നു പിടിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമ്മൾ ഏറ്റവും അടുത്താണ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ വളണ്ടിയേഴ്സും ഒക്കെ നിൽക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അത് കാണാൻ പറ്റും. അത് ഉള്ളിൽ വീണ്ടും തീ പടരുന്നുണ്ട്. അവിടുത്തെ തീ പൂർണ്ണമായിട്ടും കെടുത്താൻ സാധിച്ചിട്ടില്ല. അതേ സമയത്ത് മധ്യഭാഗത്ത് നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. അതായത് തീ അതിനുള്ളിൽ ഇപ്പോഴും ആളി പടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ആശ്വാസം എന്ന് പറയട്ടെ, അതായത് നേരത്തെ പുറത്തേക്കായിരുന്നു തീ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തീ പുറത്തേക്ക് ആളി പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിന്നിട്ടുണ്ട്. കാരണം പരമാവധി വെള്ളം ഉപയോഗിച്ച് അത് കെടുത്തുവാനുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ മറ്റ് പരമാവധി പറ്റുന്ന രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അങ്ങനെ തീ അണച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഞാനെല്ലാം നിൽക്കുന്നത് ഈ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്താണ്. ഉൾവശത്ത് ഈ കെട്ടിടത്തോട് ചേർന്ന് കെട്ടിടത്തിന്റെ താഴത്തായിട്ടാണ് നിൽക്കുന്നത്. ഈ തീ കൂടുതലായിട്ട് ആളിപ്പടരുന്നതും തീ കൂടുതലായിട്ട് ദൃശ്യമാവുകയും ചെയ്യുന്നത് റോഡിന്റെ ഭാഗത്താണ്. അതായത് ഈ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്, മെയിൻ റോഡുണ്ട്. ആ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി വ്യക്തമായിട്ട് ഈ തീ ആളിപ്പടരുന്നത് കാണുകയും ചെയ്യാം എന്നുള്ളതാണ്. അതായത് തുടക്കം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, തുടക്കത്തിൽ ഈ തീ പടർന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഉൾവശത്ത് തീ പിടിക്കുകയും അത് മറ്റിടങ്ങളിലേക്ക് ആളിപ്പടരുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. സമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് നേരത്തെ അതായത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ, അതായത് 4:50 ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് പുറത്തേക്ക് വലിയ രീതിയിൽ വരികയും അത് ആളിപ്പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിപ്പോൾ അഴവ് വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇതിന്റെ ഉള്ളിലെ തീ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് കെടുത്തുവാനുള്ള പരമാവധി ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടരുകയാണ്.